ബ്രോ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈക്ക് സെറ്റയർ ഉണ്ട്, സൈഫൈ ഉണ്ട്, പക്ഷെ ഭീകരമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. അതൊക്കെ 46-56 കണ്ടാൽ പോരെ. ഇപ്പം 2025 കഥകൾ പോരെ. 2.5 മണിക്കൂർ എങ്ങനെ വരുന്നു പുറത്തിറങ്ങി. ഹേ സിനിഫേൽസ്, വെൽക്കം ബാക്ക്. രജീഷ വിജയൻ മെയിൻ റോളിലെത്തുന്ന സൈബർ പങ്ക് വേൾഡിലെ ഒരു സയൻസ് ഫിക്ഷൻ കോമഡി മൂവി മസ്തിഷ്ക മരണം, ഡയറക്ടഡ് ബൈ കൃഷാന്ത്. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചൂടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ മസ്തിഷ്ക മരണം റിവ്യൂയിലേക്ക്. കൃഷാന്തിന്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം പുള്ളിയുടെ ആവാസവ്യൂഹമായാലും പുരുഷപ്രേതമായാലും പുള്ളിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിൻ്റെ പ്രത്യേക ഒരു ജോണറാണ്. അത് നല്ല വൃത്തിക്ക് വെടിപ്പായിട്ട് പോയിട്ട് ഈ ഗഗനാചാരി പൊട്ടിച്ചു കൊടുത്തവർ ചെയ്യരുത്. ഇനിയിപ്പോൾ വല വന്നിട്ട് അതിന് ഹൈപ്പ് കിട്ടി അത് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇറങ്ങുമ്പോൾ ചെയ്യട്ടെ. പുള്ളി ആദ്യമായിട്ടാണ് ഒരു പടം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിന്റെ ഒരു ബെഞ്ച് മാർക്ക് ആവുന്ന സൈഫൈ അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു ലൈക്ക് സെറ്റയർ ഉണ്ട്, സൈഫൈ ഉണ്ട്, പക്ഷെ ഭീകരമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ചിരിക്കാൻ തന്നെ അത്രയുണ്ട്. 46-56 കഥ പറഞ്ഞില്ലേ തുടങ്ങിയത്. അതൊക്കെ 46-56 കണ്ടാൽ പോരെ. ഇപ്പം 2025 കഥകൾ പോരെ. ഒരു കോമഡി ആയിട്ടാണ് എടുത്തേക്കുന്നത്. അത് വർക്കായോ? കണ്ട് കോമഡി സഹിക്കാവുന്ന കോമഡിയാണ്, അല്ലാതെ വേറെ കോമഡിയൊന്നുമല്ല. 46-56 കഥകൾ 46-56 കണ്ടാൽ പോരെ. ഓക്കെ, അവർക്ക് എക്സ്പെരിമെൻ്റ് പടം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എനിക്ക് ഇങ്ങനത്തുള്ള മൂവീസ് ഭയങ്കര ഇഷ്ടമായിട്ടാന്ന് തോന്നുന്നു. പിന്നെ ലാസ്റ്റ് രജിഷ വിജയൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നല്ലോണമൊക്കെ അടിച്ചാണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലായിരുന്നു, നല്ല രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ മുമ്പ് വന്നിട്ടുള്ള സൈഫയിൽ ഒരു ഗഗനചാരി അതുപോലെ തന്നെ ആ ഒരു മോഡൽ വരും. നമുക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമാണ്. നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് എടുത്തേക്കുന്നത്. എല്ലാം ഒരു നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും എനിക്കൊരു ജോണർ ഇഷ്ടമായിട്ടാന്ന് തോന്നുന്നു. എനിക്കൊരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കോമഡി ചിരിക്കാനും കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു ബെഞ്ച് മാർക്ക് എന്ന് പറയാനുണ്ടോ ഈ ഒരു ജോണറിൽ മേക്കിംഗ് കൊണ്ടും? ഇതുവരെ കാണാത്തൊക്കെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ശരിക്കും? സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡിലേക്ക് നമ്മൾ പോകും. കിടിലൻ സാധനം, കിടിലൻ പരിപാടിയാണ്. നമ്മുടെ ഈ ഫ്യൂച്ചർ സിനിമകളിൽ വന്നിട്ടുള്ളതിൽ ആ ഒരു കൺസെപ്റ്റിൽ അത് തന്നെ ഒരു വെറൈറ്റി ഉണ്ട് സാധനം, വേറൊരു മൂഡുണ്ട്. ആ ഒരു കോമഡിയൊക്കെ വർക്കാവും. കിടിലൻ സാധനം. ഓക്കെ, അതിൽ എടുത്തു പറയാനായിട്ട് പുള്ളിയുടെ ഒരു മേക്കിംഗ് തന്നെ വെറൈറ്റി ആയി. ക്ലൈമാക്സ് സീനൊക്കെ കുഴപ്പമില്ല. പ്രതീക്ഷ പോലെ എങ്ങനെയുണ്ട്? ഒരു സൈഫൈ കോമഡിയാണ്. അതെ, വേറൊരു മോഡിലുള്ളൊരു പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? വൺ ടൈം ഒക്കെ വാച്ചബിളാണ്. സിനിമയെ പറ്റി പറയണ ഈ കൃഷാന്തിൻ്റെ മുമ്പത്തെ സിനിമയും മറ്റേ സീരീസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് ഇതിൽ പറയുന്നതിന് സൈബർ പങ്കിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ടെക്നോളജി ഹൈ ആണെങ്കിലും നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ലോ ആയിരിക്കും തന്നെയാണ്. പക്ഷേ ഇതിലും ആ സെയിം സാധനമാണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് സിനിമയിൽ. പിന്നെ ഈ സിനിമ എനിക്കിഷ്ടപ്പെടാനുള്ള കാരണം ആ സന്ദർഭങ്ങളാണെങ്കിലും മറ്റേ ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇതിൽ കുറേ ആക്ഷേപഹാസ്യങ്ങൾ എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കുറേ ഇൻഡയറക്റ്റായിട്ടും കുറേ ആക്ഷേപഹാസ്യങ്ങളും എല്ലാം കൊണ്ട് ചെയ്യുന്നുണ്ട് ഈ സിനിമ. അത് കൊമേഴ്ഷ്യലി എങ്ങനെയുണ്ട്? ഈ കോമഡിയൊക്കെ വർക്കായോ? മെയിനായിട്ട് ഒരു സയൻസ് ഫിക്ഷൻ കോമഡി. ചില കോമഡി വർക്കാണെങ്കിലും ചില കോമഡി അത്രയ്ക്ക് വർക്കായില്ല. ചില ആക്ടേഴ്സിൻ്റെ കോമഡിയൊക്കെ നല്ല ബോറുണ്ടായിരുന്നു. പക്ഷേ ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ ജഗദീഷ്, അങ്ങനെയുള്ള നന്ദു, അവരുടെയൊക്കെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലരുടെ ആക്ടിങ്ങും കുറച്ച് ലോ ആണെങ്കിലും ചിലരുടെ ആക്ടിങ് കൊണ്ട് പിന്നെ രജീഷ വിജയൻ്റെ ആക്ടിങ് കണ്ടാൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് ഇതിൻ്റെ VFX സൗണ്ട് മിക്സിങ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ കണ്ടായിരുന്നെങ്കിൽ ആ ഒരു വിഷ്വൽ എഫക്റ്റും നമുക്ക് ആ വേൾഡിൽ തന്നെ നമ്മൾ ഇരിക്കുന്നൊരു ഫീലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഓഡിയൻസിനും വർക്കാവോ? ഇല്ല, എല്ലാ ഓഡിയൻസിനും ഇത് വർക്കാവത്തില്ല. ചില ഓഡിയൻസ് നല്ല രീതിക്ക് ചിലർക്ക് രണ്ടടി ലാഗ് അടിക്കാനും ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട്. എനിക്ക് അവസാനമായിട്ട് പറയാമെന്ന് വെച്ചാൽ OTT ഇറങ്ങുമ്പം നമ്മളെ പൊക്കിയടിച്ച് നടക്കുന്ന ചില സിനിമകൾ അതേ കാറ്റഗറിയിൽ ഇതിനെ പെടുത്തും എല്ലാവരും. കിളി പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് വൃത്തികെട്ടൊരു പടം കണ്ടതില്ലേ. എങ്ങനെയാണ് ഒരു ഇതുവരെ കാണാത്തൊരു സൈഫൈ? അതെ. എങ്ങനെയാണ് പടം? പേഴ്സണലി പറയുകയാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2.5 മണിക്കൂർ എങ്ങനെ വരുന്നു പുറത്തിറങ്ങി. ഒരു ബ്രെയിൻ റോഡ് ഫീൽ ആണോ? അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഡീറ്റെയിൽ സ്റ്റോറി എങ്ങനെ?